സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ അമിത അളവിൽ മെർക്കുറി. 7 ലക്ഷത്തിലധികം രൂപയുടെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് പിടിച്ചെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയാണിത്. നമ്മൾ എല്ലാവരും തന്നെ ദിവസവും ഏതെങ്കിലുമൊക്കെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാകും. ക്രീം അല്ലെങ്കിൽ ജെൽ രൂപത്തിലുള്ളവയോ അതല്ലെങ്കിൽ പൗഡർ രൂപത്തിലോ പേസ്റ്റ് രൂപത്തിലോ ഒക്കെയുള്ളവ ആ കൂട്ടത്തിലുണ്ടാകും. എന്നാൽ ഇത് ദിവസവും ഉപയോഗിക്കുന്ന നമ്മളിൽ പലരും ഇത് ഗുണനിലവാരമുള്ളതാണോ, ശരീരത്തിൽ ഉപയോഗിച്ചാൽ എന്തെങ്കിലും ദോഷമുണ്ടാക്കുന്നതാണോ എന്നൊന്നും ആലോചിക്കാറേയില്ല. ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇനി ചിന്തിക്കണം എന്നാണ് ഈ വാർത്ത നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. കടകളിൽ നിന്നോ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നോ വാങ്ങുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഗുണനിലവാരം ഇനി മുതൽ ശ്രദ്ധിച്ചേ മതിയാകൂ. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിപണിയിൽ എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ഓപ്പറേഷൻ സൗന്ദര്യയുടെ 1, 2 ഘട്ടങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ശരീരത്തിന് ഹാനികരമാകുന്ന അളവിൽ രാസവസ്തുക്കൾ ചേർത്തിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സൗന്ദര്യയുടെ 2023 മുതൽ 2 ഘട്ടങ്ങളിലായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനകളിലാണ് മതിയായ ലൈസൻസുകളോ കോസ്മെറ്റിക് റൂൾസ് 2020 നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളോ പാലിക്കാതെ നിർമ്മിച്ച് വിതരണം നടത്തിയ ഏകദേശം 7 ലക്ഷത്തിലധികം രൂപ വില വരുന്ന വിവിധ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കുകയും 33 സ്ഥാപനങ്ങൾക്കെതിരെ കേസുകൾ എടുക്കുകയും ചെയ്തത്. ശേഖരിച്ച സാമ്പിളുകൾ വകുപ്പിന്റെ തിരുവനന്തപുരം, എറണാകുളം ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഇത്തരത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ലിപ്സ്റ്റിക്ക്, ഫേസ് ക്രീം സാമ്പിളുകളിൽ അനുവദനീയമായതിൽ കൂടുതൽ അളവിൽ മെർക്കുറിയുടെ അംശം കണ്ടെത്തി. അനുവദനീയമായ അളവിൽ നിന്ന് 12,000 ഇരട്ടിയോളം മെർക്കുറി പല സാമ്പിളുകളിലും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ആന്തരിക അവയവങ്ങളെ വരെ ബാധിക്കുന്ന തരത്തിൽ ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്. ഈ കണ്ടെത്തലിനെ തുടർന്ന് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചു. മുന്തിയ ബ്രാൻഡുകളുടെ വ്യാജ പതിപ്പുകൾ വിപണിയിൽ സുലഭമായതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഗുണനിലവാരമുള്ളതാണോ എന്ന് കൃത്യമായി പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിയുമെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെയോ കോസ്മെറ്റോളജിസ്റ്റിൻ്റെയോ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതാകും കൂടുതൽ സുരക്ഷിതം. ഇത്തരം ഉൽപ്പന്നങ്ങൾ മതിയായ ലൈസൻസോടുകൂടി നിർമ്മിച്ചതാണോ എന്നും നിർമ്മാതാവിൻ്റെ മേൽവിലാസം, നിർമ്മാണത്തിനുപയോഗിച്ചിരിക്കുന്ന ചേരുവകൾ ഏതൊക്കെ എന്നതും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും ലേബൽ പരിശോധിച്ച് വാങ്ങേണ്ടതാണ്. എന്തെങ്കിലും പരാതിയുള്ളവർ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിനെ 1800 42 53 182 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിവരം അറിയിക്കേണ്ടതാണ്. നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനോ നിലനിർത്താനോ ഒക്കെയായി നമ്മൾ ഉപയോഗിക്കുന്ന അനധികൃത സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സൗന്ദര്യം വർദ്ധിപ്പിക്കില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ നമ്മളെ വലിയ രോഗികളും ആക്കിയേക്കാം. അതുകൊണ്ട് ഇത്തരം വസ്തുക്കൾ തിരഞ്ഞെടുക്കുമ്പോൾ ജാഗ്രത പാലിക്കുക.